നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ ഉൾപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി മുതലായവ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്താണ് ലുഷായ് മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്? ലുഷായ് മലനിരകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മിസോറാം. അപ്പോൾ മിസോറാമിലാണ് ഏത് മലനിരകൾ? ലുഷായ് മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് ആരാണ്? എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് ആരാണ്? ആൻഡ്രൂ വോ. ആൻഡ്രൂ വോ. ആരുടെ സ്മരണാർത്ഥമാണ്? ജോർജ് എവറസ്റ്റ്. അപ്പോൾ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, മാറിപ്പോകരുത്. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് ആൻഡ്രൂ വോ ആണ്. ആരുടെ സ്മരണാർത്ഥം എന്ന് ചോദിച്ചാൽ ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? മാൾവ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചുവന്ന മണ്ണ്, റെഡ് സോയിൽ. റെഡ് സോയിലിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം. അപ്പോൾ മാൾവ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചുവന്ന മണ്ണ്. ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് അഥവാ റിഗർ സോയിൽ അല്ലെങ്കിൽ ചെർണോസം, അത് ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ്. ഇന്ത്യയിൽ പൈതൃക ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ ഏതാണ്? സംസ്കൃതം. സംസ്കൃതത്തിനാണ് ഇന്ത്യയിൽ പൈതൃക ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ എന്ന് പേരുള്ളത്. ആദ്യത്തെ ഭാഷ ഏതാണ്? തമിഴ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ഭാഷാ പത്രം പുറത്തിറങ്ങിയത് ഏത് ഭാഷയിലായിരുന്നു? ബംഗാളി. ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ഭാഷാ പത്രം പുറത്തിറങ്ങിയത്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിൽ ഉത്ഭവിക്കുന്ന നദിയാണ് രാംഗംഗ. രാംഗംഗ. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? രാംഗംഗ. താഴെ പറയുന്നവയിൽ ഓയിൽ റിഫൈനറിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഹാൽദിയ. ഹാൽദിയയാണ് ഓയിൽ റിഫൈനറിക്ക് പ്രസിദ്ധം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വന്യജീവി സങ്കേതമാണ് അസമിൽ അല്ലാത്തത്? ഏതാണ്? നോക്രെക്ക്. നോക്രെക്ക് വന്യജീവി സങ്കേതമാണ് അസമിൽ അല്ലാത്തത്. കാസിരംഗ, മാനസ്, നമേരി ഇതെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോക്രെക്ക് വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കാസിരംഗ, നമേരി, മാനസ് എവിടെയാണ്? അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അരിഗ്നർ അണ്ണ സുവോളജിക്കൽ ഗാർഡൻസ് ഏത് സംസ്ഥാനത്താണ്? അരിഗ്നർ അണ്ണ സുവോളജിക്കൽ ഗാർഡൻസ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കർണാടകത്തിലെ ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? PSC റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ഏതാണ്? കാവേരി. കർണാടകയിലെ തലക്കാവേരിയിൽ, ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഏത് മലനിരകളിലാണ് അസിർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്നത്? അസിർഗഡ് ചുരം ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്പുര. സത്പുര മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശത്രുഘ്നയ മലനിരകൾ ഏത് സംസ്ഥാനത്താണ്? ശത്രുഘ്നയ മലനിരകൾ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് ശത്രുഘ്നയ മലനിരകൾ. കൊങ്കണി ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? കൊങ്കണി ഭാഷ ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഇൻഡോ ആര്യൻ ഭാഷയാണ് കൊങ്കണി. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദിയാണ് കോസി നദി. കോസി നദി.
മഹാരാഷ്ട്രയിൽ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കൃഷ്ണ, മഹാബലവാനായ കൃഷ്ണൻ എന്ന് ഓർത്തു വെച്ചാൽ മതി. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ. ഏത് നദിയുടെ തുടക്കഭാഗമാണ് ഒഡീഷയ്ക്കും ജാർഖണ്ഡിനും ഇടയ്ക്കുള്ള അതിർത്തിയായി വർത്തിക്കുന്നത്? ഏത് നദിയുടേതാണ്? ബൈതരണി. ബൈതരണി നദിയുടെ തുടക്കഭാഗമാണ് ഒഡീഷയ്ക്കും ജാർഖണ്ഡിനും ഇടയ്ക്ക് അതിർത്തിയായി വർത്തിക്കുന്നത്. സിംലിപാൽ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഇമ്പോർട്ടൻറ്റ് ചോദ്യം. എവിടെയാണ്? ഒഡീഷയിലാണ്. സിംലിപാൽ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഏതിന്റെ പോഷക നദിയാണ് ജിൽജിത്ത്? ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഏതിന്റെ പോഷക നദിയാണ് ജിൽജിത്ത്? സിന്ധു. സിന്ധുവിന്റെ പോഷക നദിയാണ് ജിൽജിത്ത്. അടുത്ത ചോദ്യം, ജോൺ സള്ളിവൻ കണ്ടെത്തിയ സുഖവാസ കേന്ദ്രം ഏതാണ്? ജോൺ സള്ളിവൻ കണ്ടെത്തിയ സുഖവാസ കേന്ദ്രം ഏതാണ്? ഉദകമണ്ഡലം അഥവാ ഊട്ടിയാണ് ജോൺ സള്ളിവൻ കണ്ടെത്തിയ സുഖവാസ കേന്ദ്രം. ഏതാണ്? ഉദകമണ്ഡലം അഥവാ ഊട്ടി. കുഷോക് ബാക്കുള റിംപോച്ചെ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് കുഷോക് ബാക്കുള റിംപോച്ചെ എയർപോർട്ട്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലേയിലാണ്. ലേ. ഏതിന്റെ പോഷക നദിയാണ്? ഹാസ്ദിയോ. ഹാസ്ദിയോ ഏതിന്റെ പോഷക നദിയാണ്? മഹാനദി. ഇപ്ടെൽ ഷിയോനാഥാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷക നദികൾ. ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്. ഹാസ്ദിയോ മഹാനദിയുടെ പോഷക നദിയാണ്. റാവത്ത് ഭട്ട ആണവ പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. കോട്ട, റാവത്ത് ഭട്ട മുതലായ ആണവ നിലയങ്ങൾ എവിടെയാണ്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക ക്രേറ്റർ തടാകം. ഇന്ത്യയിലെ ഏക ക്രേറ്റർ തടാകം ഏതാണ്? ലോണാർ. ലോണാർ ആണ് ഇന്ത്യയിലെ ഏക ക്രേറ്റർ തടാകം. ഉൽക്കാപതനം മൂലം ഉണ്ടായ തടാകമാണ് ലോണാർ തടാകം. ഏത് നദിയിലാണ് ശിവാനസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ശിവാനസമുദ്രം വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. ഇപ്പോൾ സംസ്ഥാനം അല്ലെങ്കിൽ കൂടി ജമ്മു കാശ്മീരാണ് കേന്ദ്രഭരണ പ്രദേശം എന്ന നിലയ്ക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാൺപൂർ. കാൺപൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. സിക്കിം. സൂരജ് കുണ്ട് തടാകം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? സൂരജ് കുണ്ട് തടാകം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന. ഹരിയാനയിലാണ് സൂരജ് കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഹരിയാന. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ ഉള്ളത്? ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ ഉള്ളത്? വടക്ക് കിഴക്കൻ ഭാഗത്താണ്. വടക്ക് കിഴക്കൻ ഭാഗത്ത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്തക് തടാകം. ഏതിന്റെ പോഷക നദിയാണ് പൂർണ്ണ? പൂർണ്ണ ഏതിന്റെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ് പൂർണ്ണ. ശതമാനാടിസ്ഥാനത്തിൽ സിക്കുകാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശതമാനാടിസ്ഥാനത്തിൽ സിക്കുകാർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? പഞ്ചാബിലാണ്. പഞ്ചാബ്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്നൌവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാ? നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കൊൽക്കത്തയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ലക്നൌ ആണ് ഉത്തരം. ഏത് സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ് ഖോണ്ടൂകൾ? ഖോണ്ടൂകൾ ഏത് സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ്? ഒഡീഷ. ഒഡീഷയിലേതാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സമയം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സമയം ഏതാണ്? മെയ്, നവംബർ. മെയ് മുതൽ നവംബർ മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ത്യയുടെ ഉത്തര പശ്ചിമ ഭാഗങ്ങളിൽ വീശുന്ന ശക്തമായ വരണ്ട ചൂട് കാറ്റിന് പറയുന്ന പേരാണ് ലൂ. ഇപ്പൊ ലൂ എന്താണ്? വരണ്ട ചൂടുകാറ്റ്. എവിടെ വീശുന്നു? ഇന്ത്യയുടെ ഉത്തര പശ്ചിമ ഭാഗങ്ങളിൽ വീശുന്നു.
നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുടങ്ങുന്നത് ഏത് മാസത്തിലാണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുടങ്ങുന്നത് ഏത് മാസത്തിലാണ്? ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ മാസം തുലാവർഷം എന്ന് പറയും. ജയന്തിയ മലനിരകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഖാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ എവിടെയാണ്? മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജയന്തിയ മലനിരകൾ എവിടെയാണ്? മേഘാലയ. സംസ്കൃത വില്ലേജ് എന്ന നിലയിൽ പ്രസിദ്ധമായ മാത്തൂർ ഏത് സംസ്ഥാനത്താണ്? മാത്തൂർ കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്തൂർ എവിടെയാണ്? കർണാടക. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് ഭാഷാ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷയാണ് ഒഡിയ? ഒഡിയ ഏത് ഭാഷാ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷയാണ്? ഇൻഡോ ആര്യൻ. നേരത്തെ ഒരു ഇൻഡോ ആര്യൻ ഭാഷ പറഞ്ഞു, ഏതായിരുന്നു? കൊങ്കണി ഭാഷ. ഇപ്പൊ പറയുന്നു ഒഡിയയും ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെടുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയാണ് മധ്യ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നത്? മധ്യ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഗന്ധക്. ഗന്ധക് എന്ന നദിയാണ്. ഏത് സമുദ്രത്തിലാണ് ഗംഗാ നദി ചെന്നു ചേരുന്നത്? ഗംഗാ നദി ചെന്നു ചേരുന്നത് ബംഗാൾ ഉൾക്കടലിൽ. ഗംഗാ നദി ചെന്നു ചേരുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. സമുദ്രത്തിലോ മറ്റ് നദികളിലോ ചെന്ന് ചേരാത്ത ഇന്ത്യൻ നദി ഏതാണ്? ഇന്ത്യൻ നദി ഏതാണ്? സമുദ്രത്തിലോ മറ്റു നദികളിലോ ചെന്ന് ചേരാത്ത ഇന്ത്യൻ നദിയാണ് ലൂണി നദി. ലൂണി നദി. അടുത്ത പറയാൻ പോകുന്നത് 4 ഫാക്റ്റ് ആണ്. അതായത് വെള്ളച്ചാട്ടങ്ങളും ഇവ സ്ഥിതി ചെയ്യുന്ന നദികളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്, കർണാടക. ഏന നർമ്മദാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏന വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? നർമ്മദാ നദിയിൽ. ശിവസമുദ്രം കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഹൊഗനക്കൽ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ 4 വെള്ളച്ചാട്ടങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ജോഗ് ശരാവതി, ഏന നർമ്മദ, ശിവസമുദ്രം കാവേരി, ഹൊഗനക്കൽ കാവേരി. അടുത്തത് വളരെയധികം ഇമ്പോർട്ടന്റും ഇനി വരുന്ന LDC എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉള്ള കുറച്ച് ഫാക്ട്സ് ആണ് പറയുന്നത്. അംഗീകാരം ലഭിച്ച തീയതിയും വർഷവും. ദേശീയ ഗാനത്തിന് അംഗീകാരം ലഭിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനം ജനഗണമന 1950 ജനുവരി 24. ദേശീയ ഗീതം വന്ദേ മാതരം 1950 ജനുവരി 24. അപ്പൊ 1950 ജനുവരി 24 ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും എന്ത് ലഭിച്ചത്? അംഗീകാരം ലഭിച്ചത്. ദേശീയ പതാകയ്ക്കോ 1947 ജൂലൈ 22. 1947 ജൂലൈ 22. ദേശീയ മുദ്ര സിംഹമുദ്ര. ദേശീയ മുദ്ര 1950 ജനുവരി 26. റിപ്പബ്ലിക് കിട്ടിയ അതേ തീയതി തന്നെയാണ്. ദേശീയ മൃഗമായിട്ട് കടുവയെ പ്രഖ്യാപിച്ചത് 1972. ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ പ്രഖ്യാപിച്ചത് 2009. 2009. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15. പൈതൃക മൃഗം 2010 ഒക്ടോബർ. ഓക്കെ, ഇത്രയും ഫാക്ട്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദേശീയ ഗാനം 1950 ജനുവരി 24. ദേശീയ ഗീതം 1950 ജനുവരി 24. ദേശീയ പതാക 1947 ജൂലൈ 22. ദേശീയ മുദ്ര 1950 ജനുവരി 26. ദേശീയ മൃഗം 1972. ദേശീയ ജലജീവി 2009. രൂപയുടെ ചിഹ്നം 2010 ജൂലൈ 15. പൈതൃക മൃഗം 2010 ഒക്ടോബർ. അടുത്തതായി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശാസ്ത്രനാമങ്ങളാണ് പറയുന്നത്. അതായത് നമ്മുടെ ദേശീയ മൃഗം, ദേശീയ പുഷ്പം, ദേശീയ പക്ഷി എന്നിവയുടെ ശാസ്ത്രനാമങ്ങളാണ്. ഇത് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. അപ്പൊ ഡിസ്കസ് ചെയ്യാം. കടുവ. കടുവയുടെ ശാസ്ത്രനാമം എന്താണ്? പാന്തേറ ടൈഗ്രിസ്. പാന്തേറ ടൈഗ്രിസ് എന്നതാണ് കടുവയുടെ ശാസ്ത്രനാമം. താമരയോ? നെലംബോ ന്യൂസിഫറ. നെലംബോ ന്യൂസിഫറയാണ് താമരയുടെ ശാസ്ത്രനാമം. മയില് ചോദിച്ചിട്ടുണ്ട്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നതാണ് മയിലിന്റെ ശാസ്ത്രനാമം. പേരാൽ ഫൈക്കസ് ബംഗാളെൻസിസ്. പേരാലാണ്, അരയാലല്ല. പേരാൽ ഫൈക്കസ് ബംഗാളെൻസിസ്. ആന എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഗംഗാ ഡോൾഫിൻ പ്ലാറ്റാനിസ്റ്റ ഗംഗാറ്റിക്ക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കടുവ എന്താണ്? പാന്തേറ ടൈഗ്രിസ്. കടുവ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. കടുവ പാന്തേറ ടൈഗ്രിസ്. താമര നെലംബോ ന്യൂസിഫറ താമര. മയിൽ പാവോ ക്രിസ്റ്റാറ്റസ് മയിൽ. പേരാൽ ഫൈക്കസ് ബംഗാളെൻസിസ്.
ആന എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഗംഗാ ഡോൾഫിൻ പ്ലാറ്റാനിസ്റ്റ ഗംഗാറ്റിക്ക, പ്ലാറ്റാനിസ്റ്റ ഗംഗാറ്റിക്ക. അപ്പൊ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്